ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു കമീറ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എഗ്ഗ് ഫില്ലിംഗ് ചെയ്തിരിക്കുന്ന കമീറ ബ്രെഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കമീറ ബ്രെഡാണ്. എഗ്ഗ് ഫില്ലിംഗ് ഉള്ള കമീറ ബ്രെഡാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, അത് ഞാൻ ചൂടുവെള്ളത്തിൽ ലേശം പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള എഗ്ഗ് ഫില്ലിംഗ് തയ്യാറാക്കാം. എഗ്ഗ് ഫില്ലിങ്ങിനായി ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നമുക്കൊന്ന് ഈ മുട്ടയിൽ പുരട്ടിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മുട്ടകൾ നമുക്ക് മസാല പുരട്ടിയെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മസാല പുരട്ടി വെച്ചേക്കുന്ന മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയുടെ മറ്റേ ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ മറുഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് തുറന്നപ്പോൾ മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കമീറ ബ്രെഡിൻ്റെ ഷേപ്പുകളാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കമീറ ബ്രെഡ് പൊരിക്കാനായി ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കമീറ ബ്രെഡ് ഷേപ്പാക്കി എടുക്കാം. ഒന്ന് ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു ബന്നിൻ്റെയൊക്കെ ടൈപ്പാണ് നമ്മുടെ കമീറ ബ്രെഡിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ വെള്ള തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഭംഗിക്ക് നമുക്ക് കുറച്ച് വെള്ള എള്ള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മാവുകൾ നമുക്ക് ഷേപ്പാക്കിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ കമീറ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള കമീറ ബ്രെഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കമീറ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. ഒരു കമീറ ബ്രെഡ് എടുക്കുക, അതിലേക്ക് മൈനീസ് തേക്കുക, അതിൻ്റെ മുകളിലേക്ക് സവാള വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി വീണ്ടും കുറച്ച് മയോണൈസ് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. കമീറ ബ്രെഡ് റെഡി. നമ്മുടെ കമീറ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ ഒരു ബ്രെഡാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.